ഹലോ മൈ ഡിയേഴ്സ്, ഇന്നും നമ്മളൊരു ക്ലേ വെച്ചൊരു സംഭവം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്ലേ വെച്ച് എല്ലാവരും ആദ്യം ഉണ്ടാക്കുന്നത് ട്രിങ്കർ ഡിഷാണ്. നമ്മൾ ഒരു സിമ്പിൾ നോക്കിയിട്ട് ഫ്ലവർ ഫസ്റ്റ് ഉണ്ടാക്കി. ഇനി നമുക്ക് ട്രിങ്കർ ഡിഷ് ഉണ്ടാക്കാം അല്ലേ? ഇതെങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് എനിക്കറിയില്ല. ക്ലേ വീഡിയോ കാണിക്കുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. ട്രിങ്കർ ഡിഷൊക്കെ ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ് അല്ലേ? ക്ലേ വെച്ച് എല്ലാവരും അതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് വൈകിപ്പോയതേ ഉള്ളൂ. പിന്നെ ഞാൻ ചെറുതായിട്ട് തെറ്റിപ്പോയിട്ടുണ്ടായി. എല്ലാം സക്സസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് എല്ലാം ഇടണ്ടേ, ഫെയിലിയേഴ്സും കുറച്ചൊക്കെ ഇടണ്ടേ. ലാസ്റ്റ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം വെച്ച് എല്ലാ വീഡിയോസും പറയണ പോലെ തന്നെ വെള്ളം വെച്ച് നല്ല രീതിക്ക് ലെവലൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ഒന്നും ചെയ്യാണ്ട് വെറുതെ വീഡിയോ മാത്രം കാണുന്നവരുണ്ട്. അവരോടൊക്കെ എനിക്കൊന്നും പറയാനുള്ളൂ, ഒന്ന് ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം. എനിക്ക് ആകെ കിട്ടുന്നത് 2-3 വ്യൂസൊക്കെയാണ്. അതുകൊണ്ട് പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, പ്ലീസ് പ്ലീസ്. അധികം ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിൽ പകുതിയും മുക്കാലും ആൾക്കാർ വെറുതെ കാണുമായിരിക്കും. 2-3 ലൈക്കൊക്കെയാണ് എനിക്ക് കിട്ടാറ്. അതുകൊണ്ട് പ്ലീസ് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പ്ലീസ് പ്ലീസ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഫർഹാൻ എന്നാണ് കേട്ടോ. ഇൻട്രസ്റ്റിൽ കണ്ടപ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നി. ഇതിൻ്റെ പെയിൻ്റ് അടിച്ച് വരുമ്പോഴത്തേക്കായിരിക്കും ഇതിൻ്റെ ഭംഗിയൊക്കെ വരുന്നുള്ളൂ. നമുക്ക് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഉണങ്ങി വരുമ്പോഴത്തേക്ക് 2-3 ദിവസമൊക്കെ എടുക്കും. പിന്നെ ഞാനത് പരത്തി പിന്നെയും അത് ഇതാക്കി എടുത്ത് ഗൈസ് കണ്ടോ. ഇങ്ങനെ പിന്നെയും അവിടെ പ്രശ്നം വന്നിട്ടാണ് ഞാൻ അങ്ങനെ വെള്ളം വെച്ച്. ഇത് ഞാൻ വിചാരിച്ച് ഇവിടെ ഇങ്ങനെ അങ്ങനെ ആക്കാനാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ലാസ്റ്റ് ഒരു ട്വിസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. പിന്നെയും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് കേട്ടോ. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര സിമ്പിളൊക്കെയാണ്. എഫേർട്ടും ഇടണം കേട്ടോ. ഞാൻ സീ ഗൈസ് ഇപ്പം തന്നെ ആ ട്വിസ്റ്റ് നടക്കാൻ പോണെയാണ്. ഞാൻ ഓരോ സമയത്ത് റിമൈൻഡർ തന്നെയാണ് ആ ട്വിസ്റ്റ് എന്താണെന്ന് കാണണം കേട്ടോ. നിർബന്ധമായിട്ട് കാണണം. ഇതാണ് ഗൈസ് ആ ട്വിസ്റ്റ്. പിന്നെയും ഞാനത് വരട്ടിയെടുത്ത് കുറച്ച് തിക്കാകാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വെള്ളം വെച്ച് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. എന്ത് നമുക്ക് ലെവൽ ചെയ്യാൻ വേണ്ടിയും വെള്ളം വെച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെള്ളം വെച്ചാണ് എല്ലാം ലെവൽ ചെയ്യണത് കണ്ടോ ഗൈസ്. എനിക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് വെള്ളം വെച്ച് ലെവൽ ചെയ്യുമ്പോൾ കണ്ടോ. നമ്മുടെ നെയിലിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ക്ലേ ഒക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അതൊക്കെ നമ്മളൊന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കൈയൊക്കെ നല്ല രീതിയിൽ ഹാൻഡ് വാഷോ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ. നമ്മുടെ പ്രോസസ്സ് ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പെയിൻ്റ് അടിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. പാർട്ട് 2 ആണ് ഗൈസ്. ഇതിൻ്റെ പാർട്ട് 2 ആണ്. പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഫ്ലവർ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ